എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. കാരണം 3-ാം തീയതി നമുക്ക് പരീക്ഷയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-ാം തീയതി എനിക്ക് CA ആണ് എക്സാം. CA എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഞാൻ കമ്പ്യൂട്ടർ കോമേഴ്സാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് എനിക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പ്രോഗ്രാം എഴുതി പഠിക്കാമെന്ന് വിചാരിക്കണേ. കാരണം പഠിച്ചതൊന്നും തലയിൽ നിൽക്കണില്ല, ഒക്കെ മറന്നു പോവാണ്. അപ്പോൾ C++ ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പം ഞാൻ ആ പ്രോഗ്രാമൊക്കെ എഴുതിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഠിക്കണതിൻ്റെ മുമ്പ് പാട്ടിട്ട് പഠിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സ്പോട്ടിഫൈയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളൊക്കെ നോക്കി അത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത്. ഇപ്പം ഞാൻ പഠിക്കാതിരിക്കുന്നത് 1-ാം തീയതിയാണ്. എനിക്ക് നാളെയും കൂടി ഉണ്ട് സമയം പഠിക്കാൻ. ഞാനിപ്പോൾ ഇന്ന് രാത്രി പ്രോഗ്രാമൊക്കെ പഠിച്ചിട്ട് നാളെ വൈവക്കുള്ളത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ ഇരുന്നിട്ട് C++ എത്രയായിട്ടും കഴിയണില്ല. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. ഞാൻ വല്ലാതൊന്നും ഇരിക്കണില്ല പഠിക്കാൻ. ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേന് പഠിത്തം നിർത്തി കിടക്കണം. എന്നാൽ എനിക്ക് രാവിലെ എണീറ്റിട്ട് പഠിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പഠിക്കാതിരുന്നപ്പോഴാണ് എൻ്റെ മാനുവൽ കാണാനില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ റെക്കോർഡ് മാത്രമേ ഉള്ളൂ. റെക്കോർഡിൽ നോക്കി പഠിക്കണത് എന്തോ എനിക്ക് അത്ര ഇഷ്ടമല്ല. മാനുവൽ തിരഞ്ഞിട്ട് കിട്ടണില്ല. പിന്നെ ഞാൻ മാനുവൽ നോക്കി അവസാനം മാനുവൽ കിട്ടി. ഞാൻ ബുദ്ധിമുട്ടുള്ള പ്രോഗ്രാമെന്നാണ് തുടങ്ങിയത്. ആദ്യം തന്നെ ലാസ്റ്റുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള 2-3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ട് തുടങ്ങി. പിന്നെ പഠിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇരിക്കണത് അതൊരു ശീലമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടർമെലൺ കൊണ്ടുവന്നിട്ട് അത് കഴിച്ചു. ടേബിളുമ്പോൾ പിന്നെ 2-3 ക്ലാസ്സൊക്കെ ഉണ്ട്. സംഭവം വേറെ ഒന്നുമല്ല. ഇതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള വീഡിയോ എടുത്തിട്ടാണ് പഠിക്കാതിരിക്കണത്. കാരണം അവിടെ 2 ദിവസമായി പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റീൽസ് എടുത്തിട്ടാണ് ഞാൻ പഠിക്കാതിരുന്നത്. പഠിച്ച പ്രോഗ്രാം ഒന്നും പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഓർമ്മ കിട്ടണില്ല. പിന്നെ ഞാൻ സമയം നോക്കിയപ്പോൾ 12:30 ആയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെ പഠിക്കാം, ഇപ്പം ഇരുന്ന് ടെൻഷൻ ആവണ്ട. നേരത്തെ എണീറ്റ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അലാറമൊക്കെ വെച്ചു. പക്ഷേ അലാറം അടിച്ചതൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീക്കണത് 9:30 സമയത്താണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ തന്നെ സമയം 11:30 ആയി. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ എഴുതും പിന്നെ നോക്കുമ്പോൾ കിട്ടൂല, എഴുതും പിന്നെ നോക്കുമ്പോൾ കിട്ടൂല എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് കിട്ടാക്കല്ല. അത് പ്രോഗ്രാം ആയതുകൊണ്ട് ഒരു സെമിക്കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. അപ്പം അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ മറക്കും. അപ്പം നമുക്ക് വീണ്ടും ടെൻഷനാവും. പിന്നെ ഞാൻ HTML ആയാലും C++ ആയാലും പ്രോഗ്രാം ചെയ്തു നോക്കി. കാരണം എഴുതി നമുക്ക് എറർ മനസ്സിലാവില്ല. സംഭവം നമ്മൾ ബുക്കത്തത് അതേപോലെ പഠിക്കുകയാണെങ്കിലും ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി, എന്നിട്ട് അതിലുള്ള മോഡലിൽ ചെയ്ത് നോക്കി. ഇത് ഞാൻ രാവിലെ അങ്ങോട്ട് പഠിക്കാതിരുന്നതാണ്. പിന്നെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് എണീറ്റു എന്നല്ലാതെ അല്ലാതെ എണീറ്റിട്ടേ ഇല്ല. പിന്നെ വൈകുന്നേരം 5:30 ആയപ്പോഴാണ് ഞാൻ എണീക്കണത്. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചക്ക് ഫുഡും കഴിച്ചിട്ടില്ല, കുളിക്കാൻ പോലും ഞാൻ എണീറ്റിട്ടില്ല. അങ്ങനെ ഇരുന്നു. എന്നിട്ട് 5:30 ആയപ്പോൾ എണീറ്റ് കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കായിരുന്നു. ഇപ്പം ഞാൻ നോക്കണേ SQL ആണ്. SQL എനിക്ക് പിന്നെയും കുഴപ്പമില്ലാത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലാതെ ഒന്നും ഇരുന്നില്ല. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ മാനുവലും ഒക്കെ നോക്കിയിട്ട് ഞാൻ പഠിത്തം നിർത്തി. ഇത് ആഫ്റ്റർ എക്സാം ക്ലിപ്സാണ്. എക്സാം ഓക്കെ ആയിരുന്നു, പഠിച്ചത് തന്നെയാണ് വന്നത്. വൈവ ക്വസ്റ്റ്യൻസും പഠിച്ചത് തന്നെയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.